നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നോട്ട് 7 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഒരു തിയറം പറയുന്നുണ്ട്, ഫിക്സ്ഡ് പോയിന്റ് തിയറം. അപ്പോൾ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ലെറ്റ് G from C of AB be such that G of x belongs to closed AB for all x in closed AB. Suppose in addition that G dash exists on AB, open AB, and that a constant 0 less than k less than 1 exists with mod G dash x less than or equal to k for all x in AB. Then for any number P0 in AB, the sequence defined by Pn equal to G of Pn minus 1 and greater than or equal to 1 converges to the unique fixed point P in AB. Okay. അപ്പോൾ ഇതാണ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ എന്താണ് തിയറം പറയുന്നത് നോക്കാം. അപ്പോൾ എന്താ G in C of AB, എന്താ ഇതിൻ്റെ മീനിങ്? G belongs to C of AB എന്ന് പറഞ്ഞാൽ G എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്താണ്? ക്ലോസ്ഡ് എ ബിയിൽ കണ്ടിന്യൂസ് ആണ് അല്ലേ? അതായത് ഈ ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്താണ്? എ ബി ആണ്. G എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ഡൊമൈൻ എ ബി ആണ്. ഓക്കെ. ഇനി G of x in closed എ ബി എന്നുള്ളതിനോട് മീൻ ചെയ്യുന്നത് ഇതിൻ്റെ റേഞ്ച് എന്താണ്? ക്ലോസ്ഡ് എ ബിയിലാണുള്ളത് ഫോർ ഓൾ എക്സ് ഇൻ എ ബി. അപ്പോൾ എന്താണ് ഈ ഫംഗ്ഷൻ്റെ റേഞ്ച് എന്താണ്? ക്ലോസ്ഡ് എ ബിയിലാണ്. ഓക്കെ. ഒന്നുകൂടെ പറയാം. G in C of A B മീൻ ചെയ്യുന്നത് G എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് ഓൺ ക്ലോസ്ഡ് എ ബി. G of x in A B എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റേഞ്ച് എവിടെയാണ്? ക്ലോസ്ഡ് എ ബിയിലാണ്. ഇപ്പോൾ ഡൊമൈനും എ ബി ആണ്, ക്ലോസ്ഡ് എ ബി ആണ്, റേഞ്ചും ക്ലോസ്ഡ് എ ബി ആണ്. G എന്നുള്ള ഫംഗ്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടാണ്? ക്ലോസ്ഡ് എ ബിന്ന് ക്ലോസ്ഡ് എ ബിയിലോട്ടാണ്. ഓക്കെ. ഇത് നമുക്ക് ആദ്യം നിന്നൊരു കണ്ടീഷൻ. ഇനി സപ്പോസ് ഇൻ അഡീഷൻ ഇത് കൂടാതെ G ഡാഷ് എന്താണ്? എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. G ഡാഷ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഓൺ എ ബി. എന്താണ് ഈ മോഡ് G ഡാഷ് എക്സ്? മോഡ് G ഡാഷ് എക്സ് എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ആണ് ഫോർ 0 ലെസ് ദാൻ കെ ലെസ് ദാൻ 1. ഓക്കെ. ഈ ഒരു കണ്ടീഷനും ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു നമ്പർ P0 എക്സിസ്റ്റ് ചെയ്യും. ഈ സീക്വൻസ് Pn ഈക്വൽ ടു G of Pn മൈനസ് 1 എന്ന സീക്വൻസ് അവിടെ എടുക്കുകയെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഇത്രയും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സീക്വൻസ് എന്തായിരിക്കും? P എന്ന് പറയുന്ന യുണീക്ക് ഫിക്സ്ഡ് പോയിന്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. P എന്ന് പറഞ്ഞാൽ Pn എന്ന് പറഞ്ഞ സീക്വൻസ് P എന്ന് പറഞ്ഞ നമ്പറിലോട്ട് കൺവേർട്ട് ചെയ്യുന്നല്ല, P എന്ന് പറഞ്ഞ യുണീക്ക് ഫിക്സ്ഡ് പോയിന്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് തിയറം പറഞ്ഞത്. അപ്പം ഇത്രയും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്? G ക്ലോസ്ഡ് എ ബി ടു ക്ലോസ്ഡ് എ ബി, G ഡാഷ് മോഡ് G ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ, ഈ ഒരു സീക്വൻസ് ഈ രൂപത്തിൽ ഡിഫൈൻ ചെയ്യുക ഫോർ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ P എന്ന് എന്താണ്? Pയിലോട്ട് കൺവേർട്ട് ചെയ്യും. വേർ P ആരാണ്? യുണീക്ക് ഫിക്സ്ഡ് പോയിന്റ്. ഇത്രയാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. Pn Pയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. P യുണീക്ക് ഫിക്സ്ഡ് പോയിന്റ് ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ. ഇത്രയും ഉണ്ടെന്നുണ്ടെങ്കിൽ Pn എന്ന് പറഞ്ഞ സീക്വൻസ് Pn എങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുള്ള? G of Pn മൈനസ് 1 എന്നുള്ള രൂപത്തിൽ ഈ സീക്വൻസ് Pയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. P യുണീക്ക് ഫിക്സ്ഡ് പോയിന്റ് ആണെന്നും ആണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പം ഇനി പ്രൂഫ് നോക്കാം. തിയറം ക്ലിയർ ആണോ? തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആണോ? അങ്ങോട്ട് പറയണോ? ആരെങ്കിലും ഒന്ന് പറയണോ? തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആണോ? പ്രൂഫ് നോക്കാം. തിയറം 2 എന്തായിരുന്നു? തിയറം 2ന്റെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? G in C of AB and G of x in AB for all x in
എ ബി ദെൻ ജി ഹാസ് അറ്റ്ലീസ്റ്റ് വൺ ഫിക്സ്ഡ് പോയിന്റ് അല്ലേ. പിന്നെ അഡീഷൻ ആയിട്ട് മോഡ് ജി ഡാഷ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എക്സാക്ട്ലി വൺ ഫിക്സ്ഡ് പോയിന്റ് ആയിരിക്കും എന്നാണ് തിയറം 2 പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മളിവിടെ തിയറം 2 യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബൈ തിയറം 2 ഓക്കെ, അല്ലെങ്കിൽ തിയറം 2 ഇംപ്ലൈസ് തിയറം 2 എന്താണ് ഇംപ്ലൈ ചെയ്യുന്നത്? തിയറം 2 ഇംപ്ലൈസ് ദാറ്റ് a unique fixed point, a unique point p exists in AB with g of p equal to p അല്ലേ. തിയറം 2 നമുക്ക് കിട്ടുന്നത് എന്താണ്? യുണീക്ക് പോയിന്റ്, ഫിക്സ്ഡ് പോയിന്റ് p ഉണ്ടാവും അല്ലേ. g of p equal to p അല്ലേ ഫിക്സ്ഡ് പോയിന്റ്. തിയറം 2 നമുക്ക് കിട്ടിയത് അതാണ്. ഇനി സിൻസ് ജി എന്ന് പറഞ്ഞ മാപ്പ്, ജി മാപ്സ് നമ്മൾ പറഞ്ഞു ക്ലോസ്ഡ് എ ബി ടു ക്ലോസ്ഡ് എ ബി ആണ് അല്ലേ. അപ്പോൾ ക്ലോസ്ഡ് അല്ലേ നമ്മൾ പറഞ്ഞിരുന്നില്ലേ, ജി എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് എങ്ങോട്ടാണ്? ക്ലോസ്ഡ് എ ബി ടു ക്ലോസ്ഡ് എ ബി ആണ്. ഇതിന്റെ ഡൊമൈനും റേഞ്ചും എന്താണ്? ക്ലോസ്ഡ് എ ബി എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ജി മാപ്പ് ചെയ്യുന്നത് ക്ലോസ്ഡ് എ ബിന്ന് അതിലോട്ട് തന്നെയാണ്. അപ്പോൾ ക്ലോസ്ഡ് എ ബി ഇൻറ്റു ഇറ്റ്സെൽഫ് the sequence Pn n from 0 to infinity is defined for all n greater than or equal to 0 and Pn belongs to AB for all n. നമുക്ക് എന്താ ഈ തിയറം പ്രൂവ് ചെയ്യേണ്ടത്? അവിടെ പി എൻ എന്താണോ പിയിലോട്ട് കൺവേർട്ട് ചെയ്യും വേണം. ഇയാൾ യുണീക്ക് ഫിക്സ്ഡ് പോയിന്റ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾക്ക് എന്താണ് ഈ തിയറം 2 വെച്ചിട്ട് നമുക്ക് ഫിക്സ്ഡ് പോയിന്റ്, യുണീക്ക് ഫിക്സ്ഡ് പോയിന്റ് ഉണ്ട് എന്ന് പറഞ്ഞു. ഇനി നമ്മൾ കൺവേർജൻസ് കൂടി പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് എന്താണ് ഈ സീക്വൻസ് പി എൻ എന്താണ്? പി എൻ ബിലോങ്സ് ടു എ ബി. ഇനി നമുക്ക് വേറൊരു കണ്ടീഷൻ കൂടി തന്നിട്ടില്ലേ, മോഡ് ജി ഡാഷ് എക്സ് എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ആണ്. മോഡ് സിൻസ് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? മോഡ് ജി ഡാഷ് എക്സ് എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ആണ് ഫോർ ഓൾ എൻ. ഫോർ ഓൾ എൻ for all n. അപ്പോൾ നമുക്ക് എന്തുണ്ട്? we have pn minus p. ഈ pn minus p നമുക്ക് എങ്ങനെ എഴുതാം? നോക്ക്, pn നെ എങ്ങനെയായിരുന്നു ഡിഫൈൻ ചെയ്തത്? g of pn minus 1 അല്ലേ. അപ്പോൾ pn നമുക്ക് എങ്ങനെ എഴുതാം? g of pn minus 1. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ ഈ n-1 പിന്റെ സഫിക്സിലാണ് കേട്ടോ. ഈ രൂപത്തിൽ എഴുതണേ. pn-1 അല്ല, pn-1 ആണ് കേട്ടോ. അത് ആ 1 അങ്ങോട്ട് കയറി പോയിട്ടുണ്ടാവും, അതൊന്ന് തിരുത്ത് കേട്ടോ. എഴുതിക്കൊന്ന് മാറിയതാണ്, താഴോട്ടിടുക. g of pn-1 ആണ്. മൈനസ് g of p അല്ലേ. p എന്ന് പറഞ്ഞാൽ g of p ആണ്. കാരണം എന്താണ്? നമ്മൾ ആദ്യം എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിനെങ്ങനെ എഴുതാം? ഇതിന് മീൻ വാല്യൂ തിയറം നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബൈ മീൻ വാല്യൂ തിയറത്തിന് ഞാൻ MVT എഴുതാണ് കേട്ടോ. MVT ആണ് മീൻ വാല്യൂ തിയറം. വേർ zeta n belongs to AB. നമുക്ക് ഇവിടെ മീൻ വാല്യൂ തിയറം അപ്ലൈ ചെയ്താൽ എന്ത് വരും? മോഡ് g dash of zeta n mod pn minus 1 minus p. Okay, it's less than or equal to നമുക്ക് മോഡ് g dash x എന്ന ലെസ് ദാൻ ഈക്വൽ ടു k ആണ്. അപ്പോൾ ഇവിടെ കൈ കൊടുക്കാം അല്ലേ. ഓക്കെ, മോഡ് pn minus 1 minus p. ഓക്കെ, ഇനി ഇനീക്വാലിറ്റിയുടെ രണ്ട് സൈഡിലും നമ്മൾ എന്ത് ചെയ്യും? അപ്ലൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, അതിനു മുമ്പ്
ഓക്കെ. ഇപ്പൊ നമുക്ക് മോഡ് പി എൻ മൈനസ് പി എന്ത് കിട്ടി? ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ഇൻറ്റു മോഡ് പി എൻ മൈനസ് വൺ മൈനസ് പി എന്ന് കിട്ടി. ഓക്കെ. അപ്പോൾ ഞാനിതിനെ ഇനി ഞാൻ എന്ത് ചെയ്യണം? മോഡ് പി എൻ മൈനസ് വൺ മൈനസ് പി, അതായത് പി എന്നെ വന്നപ്പോൾ ഇവിടെ പി എൻ മൈനസ് വണ്ണിന്ന് പി മൈനസ് ചെയ്യുന്ന രൂപത്തിൽ വന്നു. അപ്പോൾ ഇവിടെ ഞാൻ പി എൻ മൈനസ് വൺ മൈനസ് പി കാണുകയാണെങ്കിൽ എനിക്ക് എങ്ങനെ വരും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ഇൻറ്റു മോഡ് ഇതിൽ നിന്ന് ഒന്നുകൂടി കുറയല്ലേ. ഇവിടെ പി എൻ ആയപ്പോൾ ഇവിടെ അതിൽ നിന്ന് കുറഞ്ഞിട്ടുള്ള വന്നു. അപ്പോൾ ഇവിടെ പി എൻ മൈനസ് വൺ ആകുമ്പോൾ ഇവിടെ ആര് വരും? പി എൻ മൈനസ് ടു എന്ന് വരും അല്ലേ, മൈനസ് പി. ഓക്കെ. ഇനി ഞാൻ എന്ത് ചെയ്യാണ്? ഈ റിസൾട്ട് ഞാൻ ഇതിൽ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് വരും? മോഡ് പി എൻ മൈനസ് പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണ്? ഈ കെ ഇവിടെ ഉള്ള ഇതിൽ കൊടുക്കാൻ പോവാണ് കേട്ടോ. ഈ മോഡ് പി എൻ മൈനസ് പി ആണ് നമ്മളിവിടെ കണ്ടുവച്ചത്. അപ്പോൾ ഈ കെ നമ്മളിവിടെ എഴുതി, ഈ കെനെ ഞാനിവിടെ എഴുതി. ഇനി ഇതിന് പകരം ഞാൻ എന്ത് ചെയ്യണം? ഇത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ കെ ഇൻറ്റു കെ മോഡ് പി എൻ മൈനസ് ടു മൈനസ് പി എന്ന് വരും അല്ലേ. നമുക്ക് എന്ത് ഇതാ ഈക്വൽ ടു കെ സ്ക്വയർ മോഡ് പി എൻ മൈനസ് ടു മൈനസ് പി എന്ന് എഴുതാം അല്ലേ. എഴുതി കൂടെ? ഓക്കെ. അപ്പോൾ എന്ത് കിട്ടി? അപ്പൊ എന്ത് പറയാം? നമുക്ക് ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ മോഡ് എന്താണ്? പി എൻ മൈനസ് ഇതേപോലെ മോഡ് പി എൻ മൈനസ് ടു മൈനസ് പി കാണുക. മോഡ് പി എൻ മൈനസ് ടു പി കാണുക. അപ്പോൾ നമുക്ക് എന്തൊരു ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ഇൻറ്റു മോഡ് പി എൻ മൈനസ് ത്രീ മൈനസ് പി എന്ന് വരും. അത് നമ്മൾ എന്ത് ചെയ്യും? പിന്നെ തിരിച്ച് ഇതിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കെ ക്യൂബ് ഇൻറ്റു മോഡ് പി എൻ മൈനസ് ത്രീ മൈനസ് പി എന്നുള്ള രൂപത്തിൽ വരും. ഓക്കെ. അപ്പോൾ നമ്മളിതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതായി മാറും. ഇൻഡക്റ്റീവ്ലി നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്ലൈ ഈ ഒരു ഇത് ചിലപ്പോൾ നോട്ടിലുണ്ടാവില്ല, ആർക്കും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എഴുതിയിരിക്കുക കേട്ടോ. അപ്ലൈ ദിസ് ഇനീക്വാലിറ്റി ഡയറക്റ്റ് എഴുതിയതായിരിക്കും നോട്ടിൽ. അപ്ലൈ ദിസ് ഇനീക്വാലിറ്റി ഇൻഡക്റ്റീവ്ലി നമുക്ക് എന്ത് കിട്ടും? ഗിവ്സ് മോഡ് പി എൻ മൈനസ് പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആദ്യത് കെ മോഡ് പി എൻ മൈനസ് പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആരാണ്? കെ സ്ക്വയർ ഇൻറ്റു മോഡ് പി എൻ മൈനസ് ടു മൈനസ് പി which is less than or equal to k cube into mod pn minus 3 minus p etc. നമുക്ക് എന്ത് പറയാം? less than or equal to k raised to n mod നോക്കട്ടോ. ഇവിടെ 1 ആയ സമയത്ത് kന്റെ പവറിൽ 1 ആയപ്പോൾ ഇവിടെ 1 വന്നു അല്ലേ, n മൈനസ് 1 എന്ന് വന്നു. ഇവിടെ 2 വന്നപ്പോൾ ഇവിടെ 2 n നിന്ന് 2നെ മൈനസ് ചെയ്തു. ഇവിടെ 1 വന്നപ്പോൾ n നെ 1 നിന്ന് മൈനസ് ചെയ്തു. 2 വന്നപ്പോൾ n നിന്ന് 2 മൈനസ് ചെയ്തു. ഇവിടെ n വരുമ്പോൾ n ന്ന് ആരെ മൈനസ് ചെയ്യണം? n-നെ തന്നെ മൈനസ് ചെയ്യണം അല്ലേ. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? n നിന്ന് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 0 എന്ന് വരും. പി നോട്ട് അല്ലേ. പി നോട്ട് മൈനസ് പി. സിൻസ് 0 ലെസ് ദാൻ k ലെസ് ദാൻ 1 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി k റേസ് ടു n എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ. ഈ റിസൾട്ട് നമുക്കുണ്ട്. 0 ലെസ് ദാൻ k ലെസ് ദാൻ 1 ആയതുകൊണ്ട് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി k റേസ് ടു n നമുക്ക് എന്ത് പറയാം? എവിടേക്കാ പോവാം? 0 പോവാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യുക? ഇതിൻ്റെ ഇവിടെ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മോഡ് പി എൻ മൈനസ് പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി k റേസ് ടു n മോഡ് പി നോട്ട് മൈനസ് പി. ഇതാരാന്ന് പറഞ്ഞിട്ടുണ്ട്? 0 പോവാം അല്ലേ. വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി പി എൻ മൈനസ് പി ഈക്വൽ ടു 0. അതായത് എന്ത് പറയാം? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി
പി എൻ ഈക്വൽ ടു പി ആയി കിട്ടി അല്ലേ. അതായത് എന്താണ്, പി എൻ എവിടേക്ക് കൺവേർജൻ്റ് ആണ് കിട്ടി, പിയിലോട്ട് കൺവേർജൻ്റ് ആണ് കിട്ടി. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ്, യുണീക്ക് ഫിക്സ്ഡ് പോയിന്റ് ആണെന്ന് പറഞ്ഞിരുന്നു അല്ലേ. നമ്മൾ തിയറം 2 അപ്ലൈ ചെയ്തിട്ട് നമുക്ക് അവിടെ യുണീക്ക് ഫിക്സ്ഡ് പോയിന്റ് കിട്ടും എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പി എന്നിനെ പിയിലോട്ട് കൺവേർജൻ്റ് ആണെന്നും പ്രൂവ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്തായി, റിസൾട്ട് ആയി അല്ലേ. ആ 3 കണ്ടീഷൻ ഉണ്ടെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ്, ജി എവിടുന്ന് എവിടേക്കാ, ജി ക്ലോസ്ഡ് എ ബി ടു ക്ലോസ്ഡ് എ ബി. രണ്ടാമത് എന്തിനി, ജി ഡാഷ് എക്സിസ്റ്റ് ചെയ്യണം, മോഡ് ജി ഡാഷ് എക്സ് എന്താവണം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ആവണം. മൂന്നാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു, അവിടെ ഒരു സീക്വൻസ് പി എൻ ഉണ്ടാവണം. ഏത് രൂപത്തിൽ, ജി ഓഫ് പി എൻ മൈനസ് 1 അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സീക്വൻസ് എന്തായിരിക്കും, യുണീക്ക് ഫിക്സ്ഡ് പോയിന്റ് പിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തത്. അപ്പോൾ യുണീക്ക് ഫിക്സ്ഡ് പോയിന്റ് ആണെന്നുള്ളത് നമ്മൾ എടുത്തത് തിയറം 2 വെച്ചിട്ടും പിന്നെ നമ്മൾ എന്ത് ചെയ്യും, പി എന്ന് പിയിലോട്ട് കൺവേർട്ട് ചെയ്യുമെന്ന് ഇപ്പോൾ പ്രൂവ് ചെയ്യും. ഓക്കെ, നമ്മൾ ക്ലിയറായി. ഇതിന് പ്രൂഫായിട്ടോ, ഹെൻസ് ദ പ്രൂഫ്. അപ്പോൾ എന്താ ഇങ്ങനെ ഇതാക്കിയ ഡൗട്ട് ഉണ്ടോ ഇനി, ഹെൻസ് ദ പ്രൂഫ്. നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, നോട്ട് 7 കഴിഞ്ഞു. നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ നോട്ട് 8 എടുക്കുകയാണ്. അടുത്ത മെത്തേഡ് ന്യൂട്ടൺസ് മെത്തേഡാണ്, നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് എടുക്കുക കേട്ടോ. ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.